മേലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും എന്നെ ഓർമ്മയുണ്ടല്ലോ, ആരും എന്നെ മറന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പോൾ വീഡിയോ ഇടുന്നതിൻ്റെ മറ്റേ ഒന്നടെ ഇട്ട് വീഡിയോ ഇടുമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് ടൈം കിട്ടുന്നില്ലല്ലോ. കുറേ ദിവസങ്ങളായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ്, കുറേ ദിവസമല്ലോ കേട്ടോ, 1-2 ആഴ്ചയായിട്ട് എല്ലാവരും പറയുന്നുണ്ട് ബെൻസി കാ ചിപ്സ് ഉണ്ടാക്കണേ, ശർക്കര വരട്ടി ഉണ്ടാക്കണേ. അപ്പോൾ അവരുടെ അടുത്തെല്ലാം ഞാൻ മറുപടി കൊടുത്തായിരുന്നു. ഇങ്ങനെ നല്ലത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചിപ്സിന് വേണ്ടിയുള്ള വേണം. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിന് വേണ്ടി സെപ്പറേറ്റ് വരുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ കടകളിൽ നിന്ന് മേടിക്കുന്ന സാധാ കൊണ്ട് തന്നെയാണ് ചിപ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കൂടുതൽ കൊല കിട്ടിയിട്ടില്ല, 3 കൊലയെ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം തീർന്നു. 1 വിട്ടുള്ള ദിവസങ്ങളിൽ ഇവർ സർവീസ് ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഇന്നലെയാണ് കിട്ടിയത് കേട്ടോ. അതായത് ഇന്ന് നിങ്ങൾ വീഡിയോ കാണുന്നത് ഇന്നലെയാണ് എനിക്കിത് കിട്ടിയത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം, അതായത് ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ അടുക്കളയിൽ ചിപ്സ് ഉണ്ടാക്കിയും ശർക്കര വരട്ടി ഉണ്ടാക്കിയൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റുമോ എന്നറിയില്ല. പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഇടാം. അതല്ല വീഡിയോ ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിപ്സോ ശർക്കര വരട്ടിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽസ് അറിയിക്കാമേ. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മളുടെ ഇവിടെ നിന്നും സെയിൽ ചെയ്യുന്നത്, അതായത് അയച്ചു കൊടുക്കുന്നത് ചിപ്സും ശർക്കര വരട്ടിയും കൂടെ ആ ലിസ്റ്റിൽ കാണുമേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഈ വീഡിയോ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടണമെന്ന് വിചാരിച്ചതല്ല, ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറേ പേര് എൻ്റെ അടുത്ത് റെസിപ്പി ചോദിച്ചു. കാരണം ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇട്ടായിരുന്നു, ബീഫ് പിക്കിളിൻ്റെ ഒക്കെ ഫോട്ടോ ഇട്ടായിരുന്നു. അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് അതിൻ്റെ റെസിപ്പി ചോദിച്ചു. അത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇത് 10 കിലോ ബീഫാണ് കേട്ടോ. അപ്പം ബീഫ് പിക്കിളിന് നമുക്കെല്ലാവർക്കും അറിയാം, അതിൻ്റെ തൊലിയൊക്കെ നല്ലതുപോലെ കളയണം, ഒട്ടും നെയ്യ് പാടില്ല. എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ രാവിലെ 10:30 ഇരുന്നതാണ് ഈ 10 കിലോ ബീഫും കൊണ്ട്. എൻ്റെ ക്ലീനിങ് തീർന്നപ്പോൾ കറക്റ്റ് വൈകിട്ട് 4 മണിയായി. ഇടയ്ക്ക് ഒരു പ്രാവശ്യം നമ്മുടെ ഈ വീടിൻ്റെ അടുത്തുള്ള സബ്സ്ക്രൈബേഴ്സ് തന്നെ സാധനം മേടിക്കാൻ വന്നപ്പോൾ എന്നെ തിരക്കിയപ്പോൾ ജോസാനൊന്ന് വിളിച്ചു. അങ്ങനെ അവരെ കാണാനായിട്ടൊന്ന് ചെന്നു. അല്ലാതെ ഞാൻ ഫുൾ ടൈം ഇവിടെ ഇത് ക്ലീൻ ചെയ്യൊക്കെ വരുന്നത്. എനിക്ക് കൂട്ടിന് കുറേ പേരുണ്ട്, ഓരോരുത്തർ തിന്ന് വയറ് നിറഞ്ഞ് അവിടോട്ട് പോയിരിക്കുന്നു. അടുത്ത ആളുകൾ അപ്പോഴത്തേക്ക് വരുന്നു. ഇതായിരുന്നു ബീഫ് ക്ലീനിങ്ങിൻ്റെ കഥയെന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ മാരിനേറ്റ് ചെയ്തു. അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. സത്യം, മാരിനേറ്റ് ചെയ്യാൻ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു ഒറ്റ തൊലി, അതായത് ബീഫിനകത്ത് ഒരു ഇച്ചിരി തൊലിയാവട്ടെ നെയ്യാവട്ടെ ഇല്ല, ഓരോ പീസും ഞാൻ എടുത്ത് കട്ട് ചെയ്ത് മാറ്റിയതാണേ. അപ്പോൾ അതിനുശേഷം വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, മുളക് പൊടി, ലേശം ഗരം മസാല, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത്രയും ചേർത്ത് ഒരു അരമണിക്കൂറോളം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷം 4 കുക്കറിലായിട്ടാണിത് വേവിച്ചെടുത്തത്. അപ്പോൾ കുക്കറിൻ്റെ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ കുക്കറിൽ ഡിപ്പെൻഡാണ്. എനിക്ക് 4 വിസിൽ ഞാൻ ചെയ്തു. പക്ഷേ 4 വേണ്ടായിരുന്നു, 3 എണ്ണം മതിയായിരുന്നു. ഇത്തിരി ഇന്ന് വെന്തിട്ടുണ്ട്. കാരണം ഇത്രയും വേവണ്ട. അതായത് നമ്മൾ അതിൻ്റെ വെള്ളം പറ്റിക്കുമ്പോൾ വീണ്ടും വേവും, പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ വീണ്ടും വേവും. അപ്പോൾ ഒത്തിരി വെന്ത് പോയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റിക്കാൻ നിൽക്കുകയും വേണ്ട കേട്ടോ. ഈ വെള്ളം വറ്റിക്കുന്നത് വരെ ഞാനിങ്ങനെ ഇട്ടിരുന്നു. അത് ഒത്തിരി സമയമെടുത്തു വറ്റാനായിട്ട്. പിന്നെ ഇത്തിരി ഒന്ന് വെന്ത് പൊടിഞ്ഞത് അത് കുഴപ്പമില്ല. കാരണം എനിക്ക് ഈ ഓർഡർ തന്നത് ഒരു പ്രത്യേകം പറഞ്ഞായിരുന്നു, ഒത്തിരി ലിക്വിഡ് ആവണ്ട. കാരണം ഇത് എനിക്ക് ഓർഡർ തന്നത് നമ്മുടെ അമേരിക്കയിലെ ഒരു സബ്സ്ക്രൈബറും ദുബായിലെ ഒരു സബ്സ്ക്രൈബറുമാണ്. ദുബായിലെ സബ്സ്ക്രൈബർ വന്നത് തുച്ഛമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇച്ചിരി അച്ചാറിട്ട് കൊടുക്കാമോന്ന്. അമേരിക്കയിലെ നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ആദ്യം കൊടംപുളി, വാളംപുളി, കുരുമുളക്, ചിപ്സ്, പിന്നെ ആയുർവേദിക് പ്രോഡക്ട്സ്, ഇങ്ങനെയൊക്കെ കുറേ ഓർഡർ ചെയ്തായിരുന്നു. അതിനുശേഷം പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എല്ലാ പ്രാവശ്യവും മമ്മിയാണ് അച്ചാറിട്ട് തരുന്നത്, ഇപ്രാവശ്യം മമ്മിക്ക് തീരെ വയ്യ. അപ്പോൾ മമ്മി തന്നെ പറഞ്ഞ് ബെൻസിയുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കൂ. അങ്ങനെ അപ്പോൾ സമയം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ബിജീസ് കിച്ചണുമായിട്ട് കോൺടാക്റ്റ് ചെയ്യിപ്പിച്ച് അവിടുന്ന് അയച്ചു കൊടുപ്പിച്ചേനെ. പക്ഷേ അത്രയും പോലും സമയം ഇല്ലാതായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് അങ്ങനെ ചെയ്തതാണ് കേട്ടോ.
അപ്പം ബീഫ് നല്ലതുപോലെ ഉപ്പി പറ്റിച്ചെടുത്തു. അതിനുശേഷം വറക്കാനുള്ള സംഭവങ്ങൾ ഞാൻ നല്ലെണ്ണയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. വറക്കാനായിട്ട് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഓരോന്നും സെപ്പറേറ്റ് വറുത്തെടുക്കുകയായിരുന്നു. അതായത് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ സെപ്പറേറ്റ് വറുത്ത് മാറ്റിയിട്ടാണ് ബീഫ് ഫ്രൈ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇടാൻ കാര്യം എൻ്റെ അടുത്ത് കുറേ പേര് അതിൻ്റെ റെസിപ്പി ചോദിച്ചു. എനിക്ക് വാട്സപ്പിലൊന്ന് റെസിപ്പി പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്ത ഞാൻ എങ്ങനെ വാട്സപ്പിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഇങ്ങനെ റെസിപ്പി പറഞ്ഞു തരും? എന്നെ കൊണ്ട് അത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാൻ ഒരിക്കലും അച്ചാർ ഇട്ട് കൊടുക്കുമെന്ന് ചിന്തിച്ചതേ അല്ല കേട്ടോ. കാരണം എൻ്റെ അടുത്ത് ആര് അച്ചാറുകളുടെ ചോദിച്ചാലും ഞാൻ വിജീസ് കിച്ചൻ്റെ നമ്പർ കൊടുത്തിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കൂ, വാട്സപ്പ് ചെയ്ത് നോക്കൂ. അവളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ അർജൻറ്റായിട്ട് ആരെങ്കിലും നമ്മുടെ അടുത്ത് ചോദിച്ചാൽ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് കുറേ ദിവസങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് കേട്ടോ. എൻ്റെ അടുത്ത് പലരും റെസിപ്പി ചോദിച്ചത് കൊണ്ട് ഞാനൊന്ന് പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. കാരണം ഞാനത് സ്റ്റാറ്റസ് ഇട്ടിട്ട് തന്നെ എത്രയോ ദിവസങ്ങളായി, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള നമ്മുടെ സബ്സ്ക്രൈബർ പ്രത്യേകം പറഞ്ഞായിരുന്നു ഒത്തിരി ലിക്വിഡ് ആക്കണ്ട, പെരണ്ടിരിക്കുന്ന പരുവം മതി. അവിടെ ബീഫ് അച്ചാറും വേണമായിരുന്നു, പിന്നെ നെല്ലിക്ക, നാരങ്ങ ഇത് 3ഉം വേണമായിരുന്നു. അപ്പോൾ ഇത് 3ഉം ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ബീഫെന്ന് പറയുന്നത് നമുക്കറിയാം ഇത്തിരി ലിക്വിഡായിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് നന്നായിട്ടത് പിടിക്കത്തുള്ളൂ. കാരണം മീനും ബീഫും ഒക്കെ നമുക്ക് അതിനകത്ത് പിടിക്കാൻ ഒത്തിരി സമയം എടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ കറമുറായിരിക്കും, ഒരു അച്ചാറിൻ്റെ ഒരു ഇത് കാണത്തില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ബീഫ് ആ രീതിയിൽ ചെയ്തെടുത്തപ്പോൾ അതായത് ഇത്തിരി നന്നായിട്ടൊന്ന് വേവുകയും ചെയ്തു. കഷ്ണങ്ങളും ഉണ്ടായിരുന്നു, കുറച്ച് നന്നായിട്ട് വേവുകയും ചെയ്തു. ആ പരുവമായതുകൊണ്ട് തന്നെ ഗ്രേവി നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഇഞ്ചി ഞാൻ അരിഞ്ഞിരിക്കുന്നത് ജൂലിയനായിട്ടാണ്. അപ്പം ഞാൻ അളവ് പറയാത്തത്, ഞാനിപ്പം ബൾക്കായിട്ടല്ലേ ചെയ്യുക, 10 കിലോയുടെ അളവാണല്ലോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മെത്തേഡ് എൻ്റെ അടുത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചവർക്ക് ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും മനസ്സിലാവും. അതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ മസാലകൾ എടുക്കാമല്ലോ. പിന്നെന്താ, എൻ്റെ അച്ചാറുകൾ കണ്ടവർക്കറിയാം, വാരിക്കോരി ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിലയും ഇടും. ഇതിലും ഒട്ടും കഞ്ചൂസി കാണിച്ചിട്ടില്ല. നല്ല രീതിയിൽ വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും ഇതൊക്കെ ഉണ്ടെങ്കിൽ അച്ചാറിൻ്റെ ഒരു മണമൊക്കെ കിട്ടത്തുള്ളന്നേ. ബീഫ് അച്ചാറിനെന്നല്ല പല അച്ചാറുകൾക്കും പലരും കറിവേപ്പില ഇടാറില്ല, അച്ചാർ കേടാകുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഇതൊക്കെ ഇടുമ്പോഴാണ് ആ അച്ചാറിൻ്റേതായിട്ടുള്ളൊരു മണം കിട്ടുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി പലർക്കും പല തീരുമാനങ്ങളാണല്ലോ. ബീഫ് അച്ചാറിന് ചിലർ ഉലുവാപ്പൊടി ചേർക്കാറുണ്ട്, ചിലർ ചേർക്കാറില്ല. കായം ചേർക്കുന്നവരുണ്ട്, ചേർക്കാത്തവരുണ്ട്. ഗരം മസാല ചേർക്കാത്തവരുണ്ട്, ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇതിൽ പലതും നിങ്ങളിൽ പലരും ചിലത് ഇടുന്നുണ്ടാവാം, ഇടാതിരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ അച്ചാർ കിട്ടേണ്ട സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞു, അവർ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ടും ഫീഡ്ബാക്കും പറഞ്ഞു കഴിഞ്ഞു. നല്ല ബെസ്റ്റ് അച്ചാറാണെന്നുള്ള റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. എനിക്ക് തന്നെ അതിശയമാണ്, ദൈവമേ ഞാനിട്ട അച്ചാറിന് ഇത്രയും നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയോന്ന്. വോയിസ് മെസ്സേജ് ആയതുകൊണ്ട് എനിക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടാനും പറ്റില്ല. എനിക്കറിയില്ല ഇനി അങ്ങനെ കാണാൻ ഓപ്ഷൻ ഉണ്ടോയെന്ന്. ഇപ്പോൾ സാധാരണ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെയൊക്കെയുള്ളതാണ് ഷെയർ ചെയ്യുന്നത്. ഈ ബീഫ് അച്ചാർ കൂട്ടിയ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മുമ്പോട്ട് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ കൂടുതലായിട്ട് വിനാഗിരി ചേർത്തിട്ടില്ല, ഓവറായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം പൊതുവേ എല്ലാവരും പറയുന്നതാണ് ഈ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നത് ഭയങ്കര ഉപ്പാണ്, വിനാഗിരിയാണ്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ വീടുകളിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ആവശ്യത്തിന് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കുറേ സംശയങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ബിജീസ് കിച്ചണിൽ വിളിച്ച് ചോദിച്ച്, കാരണം പുള്ളിക്കാരിയാണല്ലോ ഇത് നാളുകളായിട്ട് അച്ചാറിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചോദിച്ച് സംശയമൊക്കെ മാറ്റി അവൾ പറഞ്ഞതിൻ പ്രകാരമാണ് ഓരോന്നും ചെയ്തേക്കുന്നത്. അപ്പോൾ ബീഫെല്ലാം വറുത്തെടുത്തപ്പോൾ സമയം വെളുപ്പിന് 3:45 പോകുന്നു. വൈകിട്ട് 3:45 വെളുപ്പിന് നേരം പരപരാ വെളുത്ത് വരുന്ന സമയമായിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കും എന്താണ് ഇത്രയും സമയമെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിൻ്റെ ബീഫ് ക്ലീൻ ചെയ്ത് കഴുകി വാരി എടുത്തപ്പോൾ തന്നെ ഏകദേശം 4 മണി കഴിഞ്ഞു. മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ വെച്ചു. അതിനുശേഷം ജോസാൻ ഒന്ന് കടയിൽ പോകണമായിരുന്നു, കടയിൽ പോയി. ആ സമയം കൊണ്ട് ഞാൻ കടയിലിരുന്ന് കുറച്ച് ഉള്ളി പൊളിച്ചു. അതിനിടയ്ക്ക് തന്നെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ചു. അത് കഴിഞ്ഞ് ഓരോന്നും വറുത്തെടുത്തു. അത്രയൊക്കെ ആയപ്പോഴത്തേക്ക് ഇത്രയും സമയമായി. കാരണം ഇത്രയും നമ്മൾ വറുത്തെടുക്കണമല്ലോ, അത് ഉപ്പി പറ്റിക്കാൻ തന്നെ കുറേ സമയം എടുത്തല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സമയമായത്. നിങ്ങൾ എൻ്റെ പുതിയ ഇത് കണ്ടോ, ഉരുളി കണ്ടോ? ഇൻഡാലിയം ഉരുളിയാണ്.
ഒരു 12 കിലോ, എനിക്ക് തോന്നുന്നു ഒരു 15 കിലോ ഒക്കെ കൊണ്ടുവന്നു കേട്ടോ. ബീഫ് അച്ചാർ ഒരു 15 കിലോ ഒക്കെ ഇതിനകത്ത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ദിവസം മേടിച്ചതാണ് കേട്ടോ. കാരണം ഈ ചക്ക വരട്ടുന്നത് മറ്റേ ഉരുളിയിൽ കുറേശ്ശെ ഇട്ടല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഭാവിയിലും ഉപയോഗപ്രദമാകും എന്നുള്ള രീതിയിൽ വലിയ ഒരു ഉരുളിയാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എണ്ണ ഒഴിച്ചു, മുളക് പൊടി ഇട്ടു, എരിയുള്ള മുളക് പൊടിയും എരിയില്ലാത്ത മുളക് പൊടിയും രണ്ടും മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് അളവൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ബിജീസ് കിച്ചൺ ചോദിച്ച് മനസ്സിലാക്കി 1 കിലോയ്ക്കാണെങ്കിൽ എത്ര സ്പൂൺ, 2 കിലോയ്ക്കാണെങ്കിൽ എങ്ങനെയെന്നൊക്കെ ചോദിച്ച് ഒരു ആവറേജ് അളവെടുത്തിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. പിന്നെ അവൾ പറഞ്ഞ് കരിയാപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്തു. അത് അച്ചാറിനൊക്കെ കറിവേപ്പില ഏറ്റവും നല്ലതല്ല. ഇഞ്ചിയും വെളുത്തുള്ളി ആയാലും ഇഞ്ചി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എനിക്ക് നേരത്തെ ഒരു അബദ്ധം പറ്റി. ഞാൻ വീട്ടിൽ അച്ചാറിട്ടപ്പോൾ ഇഞ്ചി കടയിൽ നിന്ന് മേടിച്ചത് കൊള്ളത്തില്ലായിരുന്നു. അച്ചാർ ഇട്ട് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്തപ്പോഴാണ് ഭയങ്കര കയ്പ്പ് അച്ചാറിന്. അന്നേരമാണ് മനസ്സിലായത് അത് ഇഞ്ചി പന്ന ഇഞ്ചിയായിരുന്നു. മാങ്ങ അച്ചാർ ഇട്ടപ്പോഴാണ് ഈ അബദ്ധം സംഭവിച്ചത്. അതിൽ പിന്നെ എനിക്ക് പേടിയാണ് ഇഞ്ചി ഇടാൻ കേട്ടോ. അപ്പോൾ ഉപ്പി പറ്റിക്കാനും ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനുശേഷം ഉപ്പ് വളരെ ശ്രദ്ധിച്ചേ ഇടാവൂ. അപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ ഈ മുളക് പൊടിയൊക്കെ ഇട്ട് ആ എണ്ണയ്ക്കകത്ത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചു. ഇൻഡാലിയം ചട്ടിയാണ്, ഭയങ്കരമായിട്ട് ചൂട് പിടിക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് നല്ലതുപോലെ ചൂടാക്കിയ ശേഷം ഞാൻ തീ മൊത്തം മാറ്റിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് ശേഷം അതിനകത്തേക്ക് ബീഫിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ബീഫ് വറുത്ത് കോരിയപ്പോൾ ഉണ്ടല്ലോ, അത് നല്ലതുപോലെ കണ്ണോപ്പയ്ക്കകത്തിട്ട് എണ്ണ വാലാനൊന്നും വെച്ചില്ല. കാരണം ഓൾറെഡി നമുക്ക് അച്ചാറിടാനുള്ളതാണ്, അതിനകത്ത് എണ്ണ പിടിക്കേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ വാലാനായിട്ട് വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതുപോലെ കോരി ഇത്തിരി ഒന്ന് തവിക്കകത്തുനിന്ന് എണ്ണ ഊറിയ ശേഷം ഡയറക്റ്റ് ഒരു പാത്രത്തിലോട്ട് ഇടുമായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം വിനാഗിരി ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. കാരണം ആവശ്യം നോക്കി അതിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എണ്ണ കുറച്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം. യാതൊരു കാരണവശാലും പൂത്തു പോകത്തില്ല, നന്നായിട്ട് തിളപ്പിച്ചാൽ മതി. അതുപോലെ തന്നെ വിനാഗിരിയുടെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം, വെള്ളം ചേർക്കാതിരിക്കാം. ഞാനിപ്പോൾ ആവശ്യത്തിന് എണ്ണ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം ചേർത്തിട്ടില്ല. പിന്നെ ആവശ്യത്തിനുള്ള വിനാഗിരി മാത്രമേ ചേർക്കുന്നുള്ളൂ. വിനാഗിരിയും ഓവറായിട്ട് ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ബീഫ് അച്ചാർ എന്ന് പറയുമ്പോൾ ഭയങ്കര പുളിയായിരിക്കും. അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. എന്നാൽ നമ്മുടെ ഇത് നന്നായിട്ട് അതിനകത്ത് പിടിക്കുകയും വേണം. അതിനുശേഷം ഉലുവാപ്പൊടി, കായപ്പൊടി ഇത് രണ്ടും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച്, വിനാഗിരി ഒട്ടും കുറഞ്ഞു പോകാനും പാടില്ല. കാരണം നോൺ വെജാണ്, അത് കേടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വേറെ പ്രിസർവേറ്റീവ് ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല, വിനാഗിരി മാത്രമല്ലേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് നോക്കി ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചിട്ട് ലാസ്റ്റിൽ ഗരം മസാല കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കണം. അതായത് നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ, നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. അതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഈ അച്ചാർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ലിക്വിഡായിട്ട് വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. കാരണം ലീക്ക് ആവാൻ ചാൻസ് ഉണ്ടല്ലോ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ, ലോങ് ട്രാവലല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൊഴുപ്പും വേണം, എന്നാൽ ഗ്രേവിയും ടേസ്റ്റ് ആയിരിക്കണം. ആ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത്, ഈ അച്ചാർ എന്ന് പറയുന്നത് ഓരോ ബൈറ്റും നമുക്ക് ബീഫിൻ്റെ കഷ്ണങ്ങളാണ് കടിക്കാൻ കിട്ടുന്നത്. കാരണം വലിയ കഷ്ണങ്ങളുമുണ്ട്, കുഞ്ഞു കഷ്ണങ്ങളുമുണ്ട്, പിച്ചിയിട്ടതുപോലെയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തിരി ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ പോലും അതിനകത്ത് നമുക്ക് ബീഫ് കടിക്കാൻ കിട്ടും. നല്ലതുപോലെ ഒന്ന് തിളച്ച ശേഷം ഓഫ് ചെയ്താൽ മതി. സമയം വെളുപ്പിന് 4 മണി. അച്ചാർ ഏകദേശം അവസാനത്തോടെ എടുക്കുന്നു. രാവിലെ ഇനിയിപ്പോൾ കിടക്കണമെന്ന് ഞാൻ ചിന്തിക്കുക. കാരണം കടയുള്ളതുകൊണ്ടേ ദിവസം പുറത്തോട്ടെങ്ങാനും പോകുകയാണെങ്കിൽ രാവിലെ ഞാനാ കടയിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങി വെളുപ്പിന് 5 മണി വരെ 6 മണി വരെ എന്ന് പറയേണ്ടി വരും. ഇതുവരെ ഫൈനലായിട്ടില്ല. ഇതൊന്ന് തിളയ്ക്കണം വിനാഗിരി ഒഴിച്ചിട്ടേ. ബീഫ് അച്ചാർ, മീനച്ചാർ എന്നൊക്കെ പറയുന്നത് അതിനകത്ത് നന്നായിട്ട് ആ ഗ്രേവി പിടിക്കും, കുതിരും. അപ്പോൾ അത് കണക്കാക്കി വേണം ഗ്രേവി ഇടാൻ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചു. ഞാൻ ഇതിനെ മാറ്റാൻ പോവുകയാണ്. കാരണം ഇത് ഇൻഡാലിയൻ ചട്ടിയല്ലേ, ആ ചട്ടിയുടെ ചൂടും കൊണ്ട് ഇരുന്ന് നന്നായിട്ട് വറ്റും. അതുകൊണ്ട് ഇത്രയും മതി. എന്നെ സ്ക്രീനിൽ കണ്ടിട്ട് എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് തന്നെ ഉറക്കം വരുന്നു. നിങ്ങളാരും ഉറങ്ങല്ലേ എന്നെ കണ്ടിട്ട്, എൻ്റെ ഫേസ് അതുപോലെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്, അത് റെഡിയായി, മാറ്റി വെച്ചു, അടച്ചു വെച്ചു.
കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. അത് ഇൻഡക്ഷൻ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. വെളുപ്പിന് 5:30 കേട്ടോ. കോഴിയൊക്കെ കൂവുന്നു. എല്ലാ വീട്ടിലും പലയിടത്തും ആളുകൾ എണീറ്റ് കാണും രാവിലെ. ഞാൻ എന്താ കിടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഒന്ന് കുളിച്ചിട്ട് ഒന്ന് കിടക്കാൻ പോവാം. മിക്കവാറും രാവിലെ എണീക്കേണ്ടി വരും കേട്ടോ. ഒരു 7:30 ആകുമ്പോഴേ എണീക്കേണ്ടി വരും. പിന്നെ ഞാൻ ജോസാൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു. ജോസാൻ 11:30 വരെ എൻ്റെ കൂടെ ഇരുന്നു. 11:30 വരെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോയി കിടന്നോ, വേണ്ട അത് കൂടെ നിൽക്കേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. കാരണം നിന്നിട്ടും കാര്യമില്ലല്ലോ, വെറുതെ കൂട്ടിന് നിൽക്കാമെന്നല്ലേ ഉള്ളൂ. ചോദിച്ചെന്തെങ്കിലും ചെയ്യണോ. ഉള്ളിയെല്ലാം പൊളിച്ച് തന്നായിരുന്നു കേട്ടോ. പിന്നെ ജോസ ഉള്ളി പൊളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇഞ്ചി അരിഞ്ഞു. ആ സമയം കൊണ്ടായിരുന്നു ബീഫ് വറുത്തെടുത്തത്, വെള്ളം ഉപ്പി പറ്റിച്ചത്, അതായത് വെള്ളം വറ്റിച്ചത്. പിന്നെ എന്താണ് വേറെ എന്തോ പറയാൻ വന്നേ കേട്ടോ, മറന്നുപോയി. അപ്പം ഞാൻ ജോസൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, ജോസ മിക്കവാറും ഒരു 3 മണിയെങ്കിലോ 4 മണിയെങ്കിലും, ഞാൻ മനസ്സിൽ ചിന്തിച്ചത് 4 മണിയാണ്. 4 മണിയെങ്കിലും ആവും. നമുക്കൊരു കണക്ക് കാണുമല്ലോ ഇത്രയൊക്കെ സമയം എടുക്കുമെന്ന്. അപ്പോൾ 4 മണിയാവും ഞാൻ കിടക്കുമ്പോൾ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ കിടക്കുന്നെങ്കിൽ ജോസ അറിയത്തില്ല ഞാൻ എത്ര മണിക്കാണ് കിടന്നേന്നോ കിടക്കാൻ ചെന്നോന്നോ ഒന്നും അറിയത്തില്ല. പൂര ഉറക്കമാണ്. ദിവസം ഉറങ്ങുമ്പോൾ ആന ഒന്ന് വിളിച്ചാൽ കുത്തിയാൽ പോലും ഉണരത്തില്ല, ആ ഉറക്കമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ എന്നെ വിളിക്കല്ലേ. അന്നേരം പറഞ്ഞു കടയിൽ ആൾ വന്നാൽ ഞാൻ ബാത്റൂമിലോ കുളിക്കുകയോ കാണുവാണെങ്കിൽ നീ തുറന്നല്ലേ പറ്റത്തുള്ളൂ, നീ എണീറ്റല്ലേ പറ്റത്തുള്ളൂ. കാരണം വീടും കടയും കൂടെ ആയണ്ടേ രാവിലെ വന്നിട്ട് നമ്മളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ബെല്ലടിക്കും. അപ്പോൾ എണീറ്റല്ലേ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു മിക്കവാറും രാവിലെ എണീക്കേണ്ടി വരുമെന്ന്. എന്തായാലും ഒന്ന് കുളിക്കണം. നല്ല ടയേർഡാണ്. കൂടുതലൊന്നും പറയാനില്ല. ഇങ്ങനെയൊക്കെയാണിപ്പം ഓരോ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നത്. സാരമില്ല, ദൈവം നടത്തുന്നു, ദൈവം ആരോഗ്യം തരുന്നു. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല കേട്ടോ. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിറ്റേന്ന് രാവിലെ കുപ്പിയിലാക്കി പകുതി കഴിഞ്ഞപ്പോഴാണ്, മുക്കാലല്ല തീരാറായപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ഞാൻ അത് വീഡിയോ കാണിച്ചില്ലല്ലോ എന്ന്. ആ പരുവം എങ്ങനെയുണ്ടെന്ന് കണ്ടില്ലേ. നന്നായിട്ട് അതിനകത്ത് പിടിച്ച് കഷ്ണങ്ങൾക്കകത്ത് നന്നായിട്ട് കഷ്ണം നല്ല എന്താണ് ജ്യൂസി ആയിട്ടുണ്ട്. ഒട്ടും കല്ല് പിടിച്ചിരിക്കുമല്ലോ. ഫ്രൈ ചെയ്യുമ്പോൾ ഇത്തിരി ടൈറ്റ് ആവുമല്ലോ. അപ്പോൾ അതൊക്കെ ആ ഗ്രേവിക്കകത്ത് കിടന്ന് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് പരുവമായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ രാത്രി കിടന്നപ്പോൾ രാത്രി എന്ന് പറയാൻ പറ്റില്ല, വെളുപ്പിന് 5:30 കഴിഞ്ഞു ഞാൻ കിടന്നപ്പോൾ. പക്ഷേ ഞാൻ കിടന്നത് ജോസാൻ അറിഞ്ഞു കേട്ടോ. ഞാൻ കുളിച്ചിട്ടിറങ്ങിയപ്പോൾ ജോസാൻ ഉണർന്ന് കിടക്കുക. ജോസാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വിചാരിച്ചൊരു 12 മണിയൊക്കെ ആയി കാണത്തേ ഉള്ളെന്ന്, നോക്കിയപ്പോൾ എന്താ ഇത്രയായി. അപ്പോൾ ഞാൻ കിടന്നപ്പോൾ ജോസാൻ എണീറ്റ്. നമ്മൾ ജോസ് ഇപ്പോഴേ എന്തിനാണ് എണീക്കുന്നത്, 5:30 ആയിട്ടുള്ളൂ, ഇച്ചിരി കൂടെ കഴിഞ്ഞ് എണീറ്റാൽ പോരെ. ഇല്ല ഞാൻ എണീക്കാൻ പോകുമോ, നീ ഒരു കാര്യം ചെയ്യും, ബെഡ്റൂമിൻ്റെ കതവ് അടച്ച് കുറ്റിയിട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ജോസാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ബെഡ്റൂമിലോട്ട് കയറി വരും. എനിക്കൊരു കുഞ്ഞ് സൗണ്ട് മതിയല്ലോ, ഞാൻ ഉണരും. നീ കുറ്റിയിട്ടിട്ട് കിടന്നുറങ്ങിക്കോ, ഞാൻ ശല്യപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞു. കിടന്നപ്പോഴേ ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ എൻ്റെ കണ്ണ് തുറന്നത് രാവിലെ 10 മണിക്ക് ശേഷമാണ്. ഈ ഭൂമിയിൽ എന്തൊക്കെ നടന്നെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. കട തുറന്നതും കേട്ടില്ല, ഷട്ടർ പൊക്കിയതും കേട്ടില്ല. 10 മണി കഴിഞ്ഞപ്പോൾ ഉണർന്ന് അയ്യോ ചോറ് വെക്കണമല്ലോ, കടയിൽ എന്തൊക്കെയായി, ജോസന് പുറത്ത് പോകണമെന്നൊക്കെയുള്ള ആദിയോടാണ് ഇനി എണീറ്റത്. അടുക്കള ചെന്നപ്പോൾ പാവം ചോറ് വെച്ചിട്ടുണ്ട്, മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചമ്മന്തി അരച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് കുളിച്ച് രാവിലെ 7:30 ആയപ്പോഴേ ജോസാൻ കടയും തുറന്നു. ഞാൻ പറഞ്ഞു ജോസൻ ചെയ്യണ്ടായിരുന്നു, കാരണം 10 മണി കഴിഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ചോറും കറിയൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളല്ലോ. പറഞ്ഞു നീ ഇത്രയും ലേറ്റായിട്ടല്ലേ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു, നീ ഇപ്പോൾ എണീറ്റില്ലായിരുന്നു എന്നുണ്ടെങ്കിലും വിളിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. എന്താണ് രണ്ടുപേരും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെ മുന്നോട്ട് പോന്നു. അപ്പോൾ 3 ദിവസമായിട്ടാണ് ഞാൻ ഈ 3 അച്ചാറുകൾ ഇട്ടത്. ഓരോ ദിവസവും കടയിൽ ഇരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ഞങ്ങൾ 2 പേരും കൂടി ഉള്ളി പൊളിക്കൊക്കെ വരുന്നു, വെളുത്തുള്ളി. ആദ്യത്തെ ദിവസം നെല്ലിക്ക ഇട്ടു, 2ാമത്തെ ദിവസം നാരങ്ങ ഇട്ടു, 3ാമത്തെ ദിവസം ബീഫ് ഇട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ദിവസങ്ങളിലെ വിശേഷങ്ങൾ. ഈ ദിവസങ്ങളിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. സാധനം എടുക്കാനായിട്ടും വരുന്നുണ്ട്, അല്ലാതെ കാണാനായിട്ടും വരുന്നുണ്ട്. അമേരിക്കയിൽ നിന്നും ദുബൈയിൽ നിന്നും ഖത്തറിൽ നിന്ന് കാനഡയിൽ നിന്ന് ഇന്ന് ദുബൈയിൽ നിന്നൊരു ഫാമിലി വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താണ്, ഒരു വീഡിയോ കണ്ടിട്ടുള്ള പരിചയമാണ്, ഇങ്ങനെ കാണാൻ വരുന്നു, സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. പിന്നെ ചെങ്ങന്നൂന്ന് നമ്മുടെ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പറയാനാണ് ഇങ്ങനെ അങ്ങ് പറഞ്ഞിരുന്നു പോവും, നിങ്ങൾ കേട്ടിരുന്നും പോവും. അപ്പോൾ ഇന്ന് ഇത്രയും മതി ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഉടനെ അടുത്ത വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.